ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സന്തോഷത്തിലും പ്രാർത്ഥനയിലൊക്കെ തന്നെയല്ലേ? അപ്പോൾ എന്നും നമ്മൾ ഇതേപോലത്തെ ചോദ്യം തന്നെയാണല്ലേ ചോദിക്കുക. നമ്മൾ ഇൻട്രോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ അല്ലേ ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ടൊക്കെ അങ്ങനെ പോണേ. അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മൾ ദോശയാണ് ഇട്ട് ചുട്ടുന്നത്. ഇന്നലെ രാത്രി അരി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് രാവിലെ അരച്ചിട്ട് അങ്ങനെ ദോശ ചുടൂല വെച്ചാൽ ഒരു ഇതിന് പറയും അപ്പം എന്നൊക്കെ പറയില്ലേ. പല നാട്ടിലും പല പേരാണല്ലോ ഓരോ സാധനത്തിനും. അപ്പോൾ അതാ ഞങ്ങൾ ദോശയാണ് ഇട്ട് അതിന് പറയാം. അപ്പോൾ അതാ ദോശ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ദോശയ്ക്ക് ഇന്നിപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്നത് മമ്പയറോടെ ഒരു കറി അങ്ങോട്ട് ഉണ്ടാക്കാണ് കേട്ടോ. രാവിലെ അത് കറിയേക്കാരും ഉച്ചയാകുമ്പോഴത്തേനും പിന്നെ അത് വെള്ളം വരിച്ചാൽ ഉപ്പേരി ഉണ്ടാക്കും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ മമ്പയറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടൽ. ഇന്നാണെങ്കിൽ നമുക്ക് നേരമില്ല എന്ന് പറയാൻ കാരണം ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് കുടുംബശ്രീൻ്റെ ഓണച്ചന്താനം പരിപാടി കിട്ടുന്നത് നമ്മളെ നാട്ടിൽ. അപ്പം പിന്നെ അങ്ങോട്ട് പോകും വേണം. അപ്പോൾ തന്നെ നമ്മളെ പണികളൊക്കെ ഒരുക്കും വേണം. ചോറും ചാറും കൂട്ടാനെന്ന് പറഞ്ഞ മാതിരി എല്ലതും ആവണ്ടേ, എന്നാലും നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു റാഹത്ത് ഉണ്ടാവുള്ളൂ അവിടെ എത്തുമ്പോൾ. മറ്റേത് നമ്മൾ ഉണ്ടാക്കാതെയും ആക്കി വെച്ചാദ്യം പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ മുള്ളുമ്പോൾ നിൽക്കണ മാതിരിക്കാറ്. എന്നാലും ആണുങ്ങൾ പണി കഴിഞ്ഞാണ്ട് പെരേക്ക് വരുമ്പോൾ അതിൻ്റെയൊക്കെ ചോറ് വളണ്ടി വെച്ച് കൊടുക്കേണ്ടി വരുമ്പം കുട്ടികളൊക്കെ പിന്നെ സ്കൂൾക്ക് പോയി നിൽക്കാം. ഏതായാലും ഉള്ളതൊക്കെ ഞാനങ്ങനെ ഉണ്ടാക്കിയൊക്കെ ഇനിയിപ്പോൾ കറി വെക്കാനൊന്നും എത്തും കിട്ടിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ തിരിച്ചു പോരുമ്പം മീനത്തെയും വാങ്ങിയാണ്ട് കൊടുന്നാണ്ട് കറിയൊക്കെ വെക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ദോശയും ചായയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ ഞാൻ ചോറും ചാറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ, അല്ലെങ്കിൽ ഒരുങ്ങണം കേട്ടോ. ഇപ്പം നമ്മളെ ഹിസുട്ടിനെ നീപ്പിച്ചുകൊണ്ട് മദ്രസ്ക്ക് അങ്ങോട്ട് പറഞ്ഞേക്കുമ്പോൾ ഓളെ മദ്രസ്ക്ക് പറഞ്ഞേച്ചിട്ട് ഇനി മദ്രസ് ഇട്ട് വരുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ റെഡി ആക്കിയാണ് ഓളെ നഴ്സറിക്കും പറഞ്ഞേക്കണം. മോളെ പറഞ്ഞിട്ട് ഇനി പോകാൻ പറ്റുള്ളൂ. പോണ വിവരങ്ങാനും മോളെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൾ നഴ്സറിക്ക് പോകില്ല. നഴ്സറിയിലൊക്കെ പിന്നെ എക്സാമൊക്കെ നടന്നുകൊണ്ട് നിൽക്കണല്ലേ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൊണ്ടുപോകേനി. അങ്ങനെ ഹിസുട്ടിൻ്റെ മദ്രസ്ക്കൊക്കെയാണ് പറഞ്ഞേച്ച് പണികളൊക്കെ ഇവിടെ ഇങ്ങനെ ജോറായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ പെരും മഴ അങ്ങോട്ട് പൊളിഞ്ഞാടുന്നു. എന്തോ ഒരു മഴ എന്ന് അറിയോ. ഇങ്ങനത്തെ മഴ കണ്ട് പറ്റുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബേജാറാണല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ മഴ പെയ്താണ്ടാണ് ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ ആ ദുരന്തങ്ങൾ ഉണ്ടായതും പിന്നെ അതൊക്കെ അങ്ങോട്ട് ആലോചിച്ചപ്പോൾ മനസ്സിക്ക് വല്ലാത്തൊരു സങ്കടങ്ങൾ തന്നെയാണല്ലേ. ഏതായാലും മഴ പെയ്തോട്ടെ, മഴ പഠിച്ചവൻ്റെ അനുഗ്രഹമല്ലേ. ദുരന്തങ്ങളും നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെക്കാൻ വേണ്ടി നമുക്ക് പഠിച്ചവനോടാണ് പ്രാർത്ഥിക്കല്ലേ. അതാണെങ്കിലോ മൈൻ്റെ ഓരോ തുള്ളിയാണെങ്കിലോ പൈപ്പിൽ നിന്ന് വെള്ളം വെക്കണേക്കാട്ടിലും ഊക്കിലുള്ള ഓരോ തുള്ളി അങ്ങോട്ട് വെക്കണേ. നമ്മളെ മുറ്റൊക്കെ കണ്ടിരുങ്ങൾ കൊള്ള ഇങ്ങനെ കിടക്കണ മൈൻ്റെ ഒരു ഊക്കാണ് അത് കാണുന്നത്. ഏതായാലും മഴ ഇങ്ങനെ അവിടെ പെയ്തോട്ടെ, നമുക്കിപ്പോൾ അത് പിടിച്ചെക്കാനൊന്നും കഴിയില്ലല്ലോ. ഏതായാലും നമ്മളെ പണിക്കാണ് പോകട്ടെ. ഇനിയിപ്പോൾ അത് കണ്ട് കുത്തിർക്കാനൊന്നും ഇപ്പം നേരില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി കുത്തിർക്കാനറിയാം. അപ്പം ഇന്നിപ്പോൾ അതിന് നേരമില്ല. പിന്നെ മഴ പെയ്യണപ്പോൾ പേടിയാണ് മക്കളെ. അങ്ങനെ പിന്നെ ഞാൻ ചോറും ചാറും കൂട്ടാനൊക്കെ ആക്കി റെഡിയാക്കി ഹിസുട്ടിക്ക് നഴ്സറിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ ഞാൻ മമ്പയർ ഞാൻ പറഞ്ഞില്ലേ വെള്ളം പറ്റിച്ചാണ്ട് അത് ഉപ്പേരിയൊക്കെയാണ് ഓക്കൊരു കുറച്ച് പാത്രത്തിൽ അതുകൊണ്ട് ആക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ഉരുളങ്കിഴങ്ങ് പൊരിച്ചാണ്ട് അതുകൊണ്ട് പാത്രത്തിലാക്കിയാണ് മൂടി വെച്ചാണ്. ഇനിയിപ്പോൾ വെള്ളം കുപ്പിയിൽ വെള്ളം ഉണ്ടാക്കിയിട്ട് ഓളെ കിറ്റിലാണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്നാക്കിന് ഇപ്പം ദോശയും ആ മമ്പയറിൻ്റെ കൂട്ടാൻ അല്ലെങ്കിൽ ഉരുളങ്കിഴങ്ങ് എന്തെങ്കിലുമൊക്കെ ആക്കിയാണ്ട് അതുകൊണ്ട് വെച്ച് കൊടുത്താണ്ട് ഓളങ്ങോട്ട് പറഞ്ഞേക്കണം. സ്നാക്കിൻ്റെ സമയം പറയുമ്പോൾ നമ്മൾ രാവിലെ എന്താ ഉണ്ടാക്കിയത് അതേ കൊടുത്തേക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ വേറെയുള്ള പലഹാരങ്ങളൊന്നും നമുക്ക് കൊടുത്തേക്കാൻ പറ്റില്ല. ഇതേ മാത്രമേ കൊടുത്തേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കിയാണ് ഓളങ്ങോട്ട് നഴ്സറിക്ക് അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങി റെഡി ചെയ്യാണ്ട് വണ്ടിയിൽ ഇങ്ങനെ കയറി കുത്തിറക്കാൻ കേട്ടോ. പിന്നെ നമ്മളപ്പോൾ പോരുന്നതിലൊക്കെ പിന്നെ ഓരോ സഹലമായിട്ട് നോട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മളെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ വണ്ടിയിൽ കുത്തിറക്കടിഞ്ഞപ്പോൾ ഓലെ വിളിച്ചിന്. അപ്പോൾ ഓൾക്ക് എല്ലാവർക്കും ഓരോ സഹലുള്ള പോലെയല്ലേ സ്കൂൾക്ക് മക്കളെ പറഞ്ഞേച്ച് പിന്നെ വരാത്ത പണിയൊക്കെ കഴിയണ്ടേ. ഓൾക്കും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലതും ഒരുക്കി വെക്കണ്ടേ. സ്കൂൾക്ക് മക്കളെ പറഞ്ഞേക്കലും ചോറും ചാറും കൂട്ടാനൊക്കെ ആക്കി ഒരുക്കി റെഡിയാക്കി. ഇനിയിപ്പോൾ പെരയിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടൊക്കെ പോരണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അയൽക്കൂട്ടക്കാരൊക്കെ പാടാണ്ട് ഒത്താണ്ട് ഒരു വണ്ടിക്കുള്ള ഒരു വലിയ വണ്ടി ആയതുകൊണ്ട് ഒരു വണ്ടിക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഒരു 5-8 ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ട് അങ്ങനെ പോകാനുണ്ട്. അല്ലാത്തവർക്കൊന്നും ഇനിയിപ്പോൾ ഓരോരുത്തർക്ക് പെരപ്പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർക്കൊന്നും പോരാൻ കഴിയില്ല എന്നൊക്കെ പറയാണ്ട് അപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ പാടെ പോയാണ്ട് ഞങ്ങൾ ഏതായാലും പോവുകയാണ്. അപ്പോൾ പിന്നെ പോയപ്പോൾ ഞാൻ ബോട്ടിനോട് ഒരു 100 രൂപ വാങ്ങി. എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ അവിടെ എത്തുമ്പം. നമ്മൾ ഏതായാലും ഉണ്ടാക്കാനും പൊടിച്ചാനൊന്നും നമ്മളോട് കഴിയില്ല. ഇനിയിപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കൊണ്ടുപോയി വൈകുന്നേരമോളും അത് വിൽക്കാൻ വേണ്ടി കുത്തിറക്കൊന്നും വേണ്ടായിരുന്നു. ഇപ്പോൾ ഒരുങ്ങാനായില്ല. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത കൊല്ലമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് ചെയ്ത് നോക്കാം. ഇക്കൊല്ലം നമ്മൾ ആദ്യമായിട്ട് പോവില്ല. അപ്പോൾ ഞാൻ 100 രൂപ വാങ്ങിയാണ് ഞങ്ങൾ പോയി. ഓരോരുത്തും എല്ലാവരുടെ അടുത്തും കുറച്ച് പൈസ ഒക്കെ എടുത്താൽ ഒരു പോകുന്നു കേട്ടോ. അപ്പോൾ 100 രൂപ ഞാൻ ബോട്ടിനോട് വാങ്ങിയാണ്ട് പിന്നെ പോയാണ്ട് ഞാൻ ഹിസുട്ടിക്കൊരു ക്ലിപ്പും എയർബനൊന്നും വാങ്ങിയില്ല കേട്ടോ. എയർബനൊക്കെ പിന്നെ പെരയിലുണ്ട്. പിന്നെ അങ്ങനത്തെ ഒക്കെ വാങ്ങും. പിന്നെ അവിടെ ഉണ്ണിയപ്പുണ്ട്, അച്ചാറുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങാം. ആ കിട്ടുന്ന ആളുള്ള പൈസക്ക് വാങ്ങാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ വാങ്ങിക്കൊണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ പോയി. ചേനയുണ്ട്, ചേമ്പുണ്ട്, പൂളുണ്ട്, പച്ചക്കറികൾ, മേക്സി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒക്കെ പാവം തോന്നിട്ട് അങ്ങനെ കുത്തിറക്കണ കാണുമ്പോൾ അപ്പം പിന്നെ ഒക്കെ വാങ്ങാനാണ് നമുക്ക് ബോധ്യം പറഞ്ഞിട്ട് കാര്യം. നമ്മളെ അടുത്ത് വേണ്ട എന്തെങ്കിലുമൊക്കെ നമുക്ക് സമ്പാദ്യമായിട്ട് ഇപ്പോൾ ഒന്നുമില്ലല്ലോ. നമുക്ക് ആണുങ്ങൾ എന്തെങ്കിലുമൊക്കെ തരുന്നേ അതല്ലേ ഇപ്പോൾ നമ്മളെ അടുത്ത് ഉണ്ടാവുള്ളൂ. യൂട്യൂബ് ചാനലൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എല്ലാവരെയും സഹായിക്കാനൊക്കെ നല്ല ആഗ്രഹമുള്ളൊരു ആളാണ് കേട്ടോ ഞാൻ. പിന്നെ വേറൊരു കാര്യം, ഇത് നിൻ്റെ
ഉപ്പ മരിച്ചിട്ട് 29 വർഷമായിട്ടോ. നിൻ്റെ ഉപ്പാൻ്റെ ആണ്ടും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ദ്വാരം ഉൾപ്പെടുത്തുക. അങ്ങനെ പിന്നെ ഇതാ ഞാൻ അച്ചാറൊക്കെ നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ വാങ്ങി. അപ്പോൾ അവിടെ ഒരു അച്ചാർ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി അച്ചാറൊക്കെ ഉണ്ട്. പെരേന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന അച്ചാറെല്ലാം അടിപൊളി കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ഇവിടേക്ക് വന്നാണ്. ഇതാ 2 ഉണ്ണിയപ്പമൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കാറുണ്ട്. അപ്പോൾ അത് മറ്റേ എല്ലാവരും വാങ്ങുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഞങ്ങളപ്പോൾ പോകുന്നാലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഏതായാലും നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടുകൂടി കേട്ടോ. ചക്ക അതൊരു വിത്തോ ചേച്ചി? അത് വിത്താ? കളറൊന്നും പോവില്ല. അയാ മടക്കി തന്നെയല്ലേ ചെയ്യുന്നുണ്ട്. ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ അത് ജസ്റ്റ് ഒന്ന് സോപ്പോ ഇത് അലക്ക് സോപ്പ്, ഇന്ദുപ്പ്, ഇത് തുളസിയാണ്, പഞ്ചതുളസി. ജലദോഷം കഫക്കെട്ട് വരുന്ന സമയത്ത് വെള്ളത്തിൽ ഇട്ടിച്ച് കുടിക്കുക. ജലദോഷം തന്നെ വരില്ല. കുടിക്കുന്ന വെള്ളത്തിൽ ഇട്ടിച്ചുകാണ്ട് കുടിക്കുക. 5 തരം തുളസി. അപ്പോൾ ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാന്നുള്ളത് പരിചയപ്പെടുത്താൻ. അടപ്പായസല്ലേ? നിങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഒക്കെ വീട്ടിലുണ്ട് അറിയാം. നിൽക്കണമെങ്കിൽ അങ്ങനെ നമ്മളെ കുടുംബശ്രീ ഓണച്ചന്ത നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇത്ര തന്നെയാണ് കേട്ടോ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ആൾക്കാരൊക്കെ പാടെ കൂടിക്കുന്ന സ്ഥലമല്ല. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമുക്കൊന്നും പറ്റൂലല്ലോ. പിന്നെ അങ്ങനെ എന്നോട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോയിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കണേ. അപ്പോൾ പിന്നെ ഇതാ നമ്മൾ പെരയിലെത്തി മീനൊക്കെ വാങ്ങി തന്നീനിട്ട് ബൗട്ടി ആയതുകൊണ്ട് ഒരു മുളകിട്ട കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ വമ്പയർ ഉപ്പേരി ഉണ്ടല്ലോ, ചോറക്കായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.